അനുധാവനം എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ഇത്തിബാ ചെയ്യുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ പലരെയും പിന്തുടരാറുണ്ട്. മാതാപിതാക്കളെ പിന്തുടരും, സ്ഥാപനത്തിൻ്റെ അധികാരികളെ നമ്മൾ പിന്തുടരും, ഉസ്താദുമാരെ പിന്തുടരും. അതുപോലെ ലോകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സാധാ പോലീസുകാർ SIയെ പിന്തുടരും, SIമാർ CIയെ പിന്തുടരും, കലക്ടർമാരെ അവരുടെ സ്റ്റാഫുകൾ പിന്തുടരും. ഈ തുടർച്ച, പിന്തുടരൽ രണ്ട് രീതിയിലാണ് ലോകത്ത് നടക്കുന്നത്. ഒന്ന് ഭയപ്പെട്ടുകൊണ്ടുള്ള പിന്തുടരൽ. ഉസ്താദ് അടിക്കും, അല്ലെ വാപ്പ ആക്ഷേപിക്കും, ചീത്ത പറയും എന്നിങ്ങനെ ഒരു ഭീകരതയുടെ അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പിന്തുടരൽ. എന്നാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരേണ്ടത് ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്? അത് സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഭീതിയുടെ, ഭയപ്പാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല പിന്തുടരേണ്ടത്. ആ അർത്ഥത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ മുഅ്മിനാകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, ഏറ്റവും സ്നേഹമുള്ള ആൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റ് ജനങ്ങളെക്കാളൊക്കെ സ്നേഹമുള്ള ആൾ ഞാനാകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ അവിടത്തെ അങ്ങേയറ്റം പിന്തുടരും. ആ സ്നേഹപൂർവ്വമുള്ള ആനന്ദത്തിന്റെ ഒരു പിന്തുടരും. ആ ആനന്ദത്തിന്റെ പിന്തുടരലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അല്ലാതെ നബിയെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരാള് അയാളെ തന്നെ സ്നേഹിക്കണം എന്ന് പറയാ, അതിനെന്താ അർത്ഥം ഉള്ളത്? അതിനർത്ഥമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണല്ലോ. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത്. പക്ഷെ ആ അനുസരണം പേടിയോടുകൂടിയുള്ള അനുസരണമല്ല. ഒരു ആനന്ദം, സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആനന്ദം ഉണ്ടാകണമെങ്കിൽ സ്നേഹം ഉണ്ടാകണം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ബിഖൗമിൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, മൻ യർതദിദ മിൻകും. ഹാഫിലിങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി പോവുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ഖൗമിനെ കൊണ്ടുവരും എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം, അതിൽ നിന്നുള്ള അനുധാവനം, അതാണ് ആനന്ദകരമായ അനുധാവനം എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അങ്ങേയറ്റം സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയാന്ന് പറഞ്ഞാലും അതാ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരണം എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് സ്വാഭാവികമായും സ്നേഹം ഉണ്ടാകും. എന്നോടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് എന്നെ പിന്തുടർന്നുകൊണ്ട് ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയും. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുവിനെ പിന്തുടർന്നുകൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാ, അനുധാവനമാണ് ഉണ്ടാകേണ്ടത്. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത്. അസീസുൻ അലൈഹി മാ അനിത്തും, നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസാണ്. അത് അവിടുത്തെ വാക്കുകളിലും ഉപദേശങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമുക്ക് ആ ഒരു സ്നേഹം കാണാൻ കഴിയും. ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂഇൻ ഇൻദ കുല്ലി സലാത്തിൻ
നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസം തോന്നിയിട്ടാണ് ഞാൻ നിർബന്ധമാണ് രീതിയിൽ അത് കൽപ്പിക്കാത്തത്. അപ്പൊ നമ്മുടെ പ്രയാസം ഖശീതു അൻ തുഫറള അലൈക്കും, നിങ്ങളുടെ മേൽ ഇത് ഫർളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടലിന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മളോടുള്ള അങ്ങേയറ്റം ഉള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ആ നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ട, നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച, എല്ലാം മാറ്റിവെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ എല്ലാ താല്പര്യങ്ങളെയും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വിവാഹം പോലും നമുക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ വിവാഹം, റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയാണ്. വിവാഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹത്തെ യുക്തിവാദികളൊക്കെ പരിഹസിക്കാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. വാസ്തവത്തിൽ നമുക്ക് സങ്കടം, കരഞ്ഞു പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിനെ വിമർശിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കണ്ണുനീർ വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ വിവാഹം എന്ന് പറയുന്നത് ഏത് വിവാഹമാണ്? 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഒരു വയസ്സെത്തി എന്ന് പറയാ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, അതും 2 പ്രാവശ്യം വേറെ ആളുകൾക്ക് വിവാഹിതയായ, അതിൽ കുട്ടികളുള്ള, അങ്ങനെയുള്ള ഒരു പെണ്ണിനെ, 40 വയസ്സുള്ള ഒരു പെണ്ണിനെ 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള നല്ല ഒരു യുവാവ്, സുന്ദരനായ ഒരു യുവാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നവരെ യുവാവ് തന്നെയാണ്. റസൂലുള്ളാഹിക്ക് വയസ്സായി എന്ന് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമങ്ങൾ, അല്ലെങ്കിൽ ആകെ രോമങ്ങൾ 13-14 രോമങ്ങളാണ് വഫാത്താകുന്ന സമയത്ത് നരച്ചതായി സഹാബത്ത് എണ്ണി നോക്കിയിട്ടുണ്ട്. എത്ര രോമം നരച്ചു? ശയ്യബത്തിന് ഹൂദ് എന്ന് പറഞ്ഞ് ആ ഹൂദിനോടുള്ള ആ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ആ ഭയം കാരണമായി നരച്ചതാണ്. ആ നര തന്നെ 13-14 രോമങ്ങളാണ് നരച്ചിട്ടുള്ളത്. കറുത്ത താടി, കറുത്ത രോമം. 63-ാമത്തെ വയസ്സിലും ആ യൗവനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് 40 വയസ്സുള്ള ഖദീജ ബിയെ 55 വയസ്സ് വരെ മറ്റൊരു വിവാഹവും കഴിക്കാതെ അങ്ങനെ കൊണ്ടു നടന്നത്. ഖദീജ ബിയുടെ വഫാത്തിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചത് സൗന്ദര്യം വളരെ കുറഞ്ഞ, വിരൂപിയായ എന്ന് പറയാവുന്ന, അതുപോലെ പ്രായം വളരെ കൂടുതലുള്ള പല സ്ത്രീകളെയും കല്യാണം കഴിച്ചു. അതേസമയം കുറെ കാലത്തിന് ശേഷം വയസ്സ് കുറെ കൂടിയപ്പം ചെറിയൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അങ്ങനെ നല്ല രീതിയിൽ സാധാരണ നിലക്ക് സാമാന്യമായി ഒരു വലിയ പ്രായമുള്ള ഒരാൾ ചെറിയ പെൺകുട്ടിയെ, ഒരു കളിപ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന സംഗതിയല്ല. അത് ശൈശവ വിവാഹം എന്നൊക്കെ പറഞ്ഞാലും അത്രയും ശൈശവത്തിൽ വിവാഹം നടക്കൂല. അതും നടന്നത് എന്തിന്റെ പേരിലാണ്? നമുക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്. ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ, ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും നല്ല ആരോഗ്യവതിയായ ഒരു ഭാര്യ ഉണ്ടാകണം. ആ ഭാര്യയ്ക്ക് മറ്റുള്ളവർക്ക് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയണം. ചരിത്രം അങ്ങനെ പകർന്നു കൊടുത്തു. അതിലൊന്നും ആർക്കും, നാട്ടുകാർക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു പരാതിയുമില്ല. ആ വിവാഹിതയായ ഭാര്യമാരുടെ മാതാപിതാക്കൾക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ലോകത്തിന് പ്രയാസം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കാം, നിങ്ങൾക്ക് വിവാഹമോചനം നൽകാം. എല്ലാവരും പറഞ്ഞു, അങ്ങനെ ഒരു വിവാഹമോചനം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങയുടെ കൂടെ തന്നെ പേരിനെങ്കിലും ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കഴിഞ്ഞുകൂടണം എന്ന് പറഞ്ഞിട്ടാണ് ആ അത്രയും സ്നേഹബന്ധവും ഇണക്കവും ഒക്കെ നിലനിർത്തി ലോകത്തിന് ഒരിക്കലും അസംഭവ്യമായ, വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ അമാനുഷികാണ്. മുഅ്ജിസത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വേർതിരിച്ച് പറയേണ്ടതില്ല. ജീവിതത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അമാനുഷികമാണ്. ശമായിലുൻ നബി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം മുഴുവൻ അമാനുഷികമാണ്. ഒരു മനുഷ്യനിക്ക് ആ സ്വഭാവം എത്തിപ്പിടിക്കാൻ കഴിയില്ല, അത്രയും വലിയ സ്വഭാവമാണ്. അപ്പൊ ആ നബിയെ നമ്മൾ സ്നേഹം കൊണ്ട് പൊതിയണം. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുധാവനങ്ങൾ നമുക്കുണ്ടാകണം. അപ്പൊ ഒരു ആനന്ദം. നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിൽ കയറുന്ന ദിക്ർ ചെല്ലുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ച ഒരു ദിക്റാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ദിക്ർ നമ്മൾ അതിനു വേണ്ടി ചെല്ലുന്നു. അങ്ങനെ മാനസികമായ ഒരു ഉല്ലാസം. ശരിക്കും പറഞ്ഞാൽ
ജീവിതത്തിന്റെ മാനസിക ഉല്ലാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ഒരു ജീവിതമാണ്. കക്കൂസ് പോയ ജീവിതമാണ്. എല്ലാവരും മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും കക്കൂസ് പോകുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കുളിക്കുന്നുണ്ട്, എല്ലാവരും വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ലിമിന്റെ കക്കൂസ് പോക്ക് എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. കാരണം ആദ്യം ചെരുപ്പുണ്ടോ നോക്കണം, തലമറച്ചിക്കോ നോക്കണം, എങ്ങനെയെങ്കിലും കക്കൂസ് പോകാൻ പറ്റില്ല. കയറും ഏത് മുന്തിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അവിടെ കയറുമ്പോഴുള്ള ദിക്റ് എന്താണ് എന്നുള്ളത് ആലോചിക്കണം. ഒരുപാട് പണി ഒരു ബംഗാളി അങ്ങനെ ആലങ്കാരികമായി പറയുകയാണ്, ഒരു ബംഗാളിനെ കൊണ്ട് എടുക്കേണ്ട പണി എന്ത് ചെയ്യണം? ഓരോ മോമിനും കക്കൂസ് പോകുമ്പോൾ അത്രയൊന്നും അങ്ങനെ പണിയൊന്നുമില്ല, വളരെ ലളിതാണ്. ഞാൻ പറയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണ്. വളരെ ലളിതമായി ആന്തരികമായി നമ്മളോട് ചെയ്തു പോകുന്ന സംഗതിയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. നല്ലൊരു ആസ്വാദനം. ഒരു നേരം കക്കൂസ് പോകാനായില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ആംബുലൻസ് വിളിക്കേണ്ടി വരും. ആ കക്കൂസ് പോക്കങ്ങാൻ മുടങ്ങിപ്പോയാൽ ആംബുലൻസ് വിളിക്കേണ്ടി വരും, അല്ലേ? ഒട്ടാകെ ഉറക്കെ നമ്മളെ കൂകി ടൗണിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് പായേണ്ടി വരും, 1-2 നേരം കക്കൂസ് പോക്ക് മുടങ്ങിയാൽ. അപ്പൊ അതൊരു വലിയ നിയമത്താണ്. അപ്പൊ ഓരോ നിയമത്തിനെയും ഇങ്ങനെ കുറിച്ച് ഓർക്കുമ്പോൾ ആസ്വാദനം കൂടും, മാനസിക ഉല്ലാസം കൂടും. ഒരിക്കൽ കക്കൂസ് പോയി വന്നാല് വരുമ്പോൾ നല്ല പ്രസന്നതയോടുകൂടെ നല്ല ഉന്മേഷവാനായിട്ടാണ് ഒരു മോമിൻ കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒരു മോമിൻ ഉറങ്ങുമ്പോൾ ബ്രഷ് ചെയ്ത് തസ്ബീഹ് ചൊല്ലി വുളു എടുത്ത് വലത് ഭാഗം കിവിലയിലേക്ക് ചെരിച്ചു കിടന്ന് അങ്ങനെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 അങ്ങനെയൊക്കെ ചൊല്ലി തീരുമാനിച്ച് ഉറങ്ങുകയാണ്. അപ്പാടങ്ങ് ഉറങ്ങിപ്പോവല്ല, എവിടെയെങ്കിലും അങ്ങനെ ഉറക്കൂക്കി വീഴുന്ന ഒറ്റപ്പെട്ട ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ എക്സലൻസി വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എല്ലപ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉറക്കൊരു തീരുമാനിച്ചുറങ്ങാത്ത ചില ആളുകൾ. അതേസമയത്ത് അധിക ആളുകളും ശരിക്കും തീരുമാനിച്ച് ഒന്നെടുത്ത് ബ്രഷ് ചെയ്തിട്ടൊക്കെയാണ് ഉറങ്ങുക. അള്ളാഹു തആല ആ രീതിയിൽ അല്ലെങ്കിൽ അള്ളാഹു തആല ആ രീതിയിൽ നമ്മളെല്ലാവരെയും പരിവർത്തിപ്പിക്കട്ടെ, നല്ല തൗഫീഖ് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് ജീവിതത്തെ. ഉറക്ക് ഒരു സംഭവം, ഉറക്കുന്ന എഴുന്നേൽക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി. ഇതുവരെ സംഭവിച്ച ഒരു മരണത്തിന്റെ ഒരു ചെറിയ മിനി മരണമാണ് ഇതുവരെ സംഭവിച്ചത്. ഒന്നും അറിയില്ല, നമ്മൾ ഈ ലോകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിയില്ല. ഇപ്പം എന്ത് ചെയ്യാണ്? നമ്മൾ വീണ്ടും പുനർജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ദിക്റ് നമ്മളെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന, പുനർജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന. അതിനിടയിൽ ചില സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഖബറിലെ ശിക്ഷയെയും അതേപോലെ ഖബറിലെ നിയമത്തിനെയും അനുഗ്രഹത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സംഗതികളാണ് ഈ സ്വപ്നം. ശരിക്കും നമ്മളെ ജീവിതത്തിന്റെ ആകത്തുക ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ് ഉറക്കും ഉണർച്ചയൊക്കെ. അപ്പൊ ആ രീതിയിൽ അതിനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിച്ച് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ആനന്ദകരമായ ഇപ്പം ബ്രഷ് ചെയ്യണമല്ലോ, ഇപ്പൊ തസ്ബീഹ് ചൊല്ലണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, വളരെ ആനന്ദം. എൻ്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണല്ലോ എന്ന നിലക്ക് ആ ഒരു ആനന്ദത്തോടു കൂടെയുള്ള ഇത്തിബാഅ്. നമ്മൾ ഉസ്താദുമാരെ അനുസരിക്കേണ്ട അങ്ങനെ തന്നെയാണ്. ഉസ്താദുമാര് ആ രീതിയിലാണല്ലോ നമ്മളോട് പെരുമാറുക. അപ്പൊ ഉസ്താദുമാരെ എന്ത് ചെയ്യണം? ആ ഒരു ആനന്ദത്തോടു കൂടെയുള്ള അനുധാവനം. എൻ്റെ ഉസ്താദ് എന്നോട് നിർദ്ദേശിച്ച സംഗതി, അങ്ങനെ ആ രീതിയിൽ അനുധാവനത്തിന്റെ ആനന്ദം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശരിക്കും പ്രകടമായി, നമ്മളെ മുഖപ്രസന്നമായി. ഇപ്പൊ ഉറക്കുന്ന ചില ആളുകളുണ്ട്, പക്ഷെ അത് ആ ഉറക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇന്നലെ ഉറക്കു കഴിഞ്ഞ് അതിന്റെ ക്ഷീണം കൊണ്ട് ക്ഷീണിതരായിട്ട് ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഞാനാണോ ഉറക്കു തൂക്കിയത്? അങ്ങനെ ആളൊന്നും അങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടയില്ല. ഏതായിരുന്നാലും ഈ ഉറക്കം തൂങ്ങുക എന്ന് പറയുന്നത് ശരിക്കും എന്ത് ചെയ്യണം? നമ്മളെ ഹിമ്മത്ത് കുറവ് കൊണ്ടാണ്. ആ ഹിമ്മത്തൊക്കെ ഉഷാറാക്കി. ഇന്നലെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ഒരു വിഷയമല്ല, അത് ഉതിറുണ്ട്. ഇപ്പോഴത്തെ ഉറക്കൂക്കലിന് ഉതിരില്ലാത്ത ഉറക്കൂക്കലുകളാണ് ഇല്ലാതിരിക്കേണ്ടത്. ഇപ്പോഴത്തെ ഉറക്കൂക്കലും ഇല്ലാതിരിക്കണം. ഏതായിരുന്നാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി പിന്തുടരുന്ന നല്ല മുതഅല്ലിമീങ്ങളായി അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കണം. ആവർത്തിച്ച് പഠിക്കണം. ഒരിക്കൽ പഠിച്ചാൽ പോരാ, ക്ലാസ് ഒന്ന് കേട്ടാൽ പോരാ, ആവർത്തിച്ച് പഠിക്കാൻ. എന്നാൽ അങ്ങനെ പഠിക്കാൻ സാധിക്കുമോ? ശരിക്കും സാധിക്കും. ഒരുപാട് സമയം കൂടുതലാണ് നമുക്ക്. സമയത്തിന്റെ കുറവ് വിദ്യാർത്ഥികൾക്കും ഇല്ല, ഉസ്താദുമാർക്കും ഇല്ല. വെറുതെ 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 പറയാണ് ഇന്നത്തെ കാലത്ത് സമയത്തിന്റെ കുറവുണ്ട്.
സമയം വളരെ കൂടുതലാണ്. നേരത്തെയുള്ള എത്രയോ സമയം നമുക്ക് ഇന്ന് ലാഭമുണ്ട്. നേരത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾക്ക് ഒന്ന് നാട്ടിൽ പോയി വരണം, ഒരു വിവരം അറിയണമെങ്കിൽ ഇപ്പൊ നാട്ടിൽ പോയി വരേണ്ട ഇല്ല. അപ്പം നമുക്കൊരു സംഗതി കേസ് കൊണ്ടു കൊടുക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാൾക്ക് പാറക്കടവുള്ള ഒരാൾക്ക് പൈസ കൊടുക്കേണ്ടിനും കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതിലിടക്ക് ഞാൻ വണ്ടി നിർത്തി ഇവിടെ വരുന്നതിലിടക്ക് പൈസ കൊടുത്തു. നേരത്തെ ആണെങ്കിലോ അവിടെ പോയി കൊണ്ടു കൊടുക്കണം, ഇത്ര ഒരു 3-4 മണിക്കൂർ ഞാൻ ചിലവാക്കണം. ഇപ്പൊ 1 മിനിറ്റ് അതിന് വേണ്ടേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരുപാട് സമയം കൂടുതലാണ്. മുത്താലിമീങ്ങൾക്ക് നമ്മളൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പള്ളിയിൽ വന്ന് പിന്നെ അങ്ങനെ നമ്മൾ ജീവിച്ചവരാണ്. ഞാനും അബ്ദുൽ സക്കാഫിയല്ലോ. നമുക്ക് എന്നിട്ട് സമയത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരുപാട് സമയമുണ്ട്. പക്ഷെ നമ്മളെ ഹിമ്മത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ പഠിക്കാണ്ടായി പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പാഠങ്ങൾ, ആ പാഠങ്ങൾ ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ ആവർത്തിച്ച് നിങ്ങൾ പഠിക്കണം. ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മളെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. വായന എന്നേരം നമ്മൾ പത്രം വായിക്കുന്നില്ലേ? പത്രം വായിച്ചാൽ എന്തെങ്കിലും നമ്മളെ മനസ്സിൽ നിൽക്കുവോ? ഇന്നലെ പത്രം വായിച്ച ആളുകൾ ആലോചിച്ച് നോക്കി, ഇന്നലത്തെ ഇത്ര വാർത്തകളെ മനസ്സിലുണ്ട് അല്ലെ? ഒരാഴ്ച നിങ്ങൾ വായിച്ച പത്രം, ആ പത്രത്തിലെ എത്ര വാർത്ത നിങ്ങൾ ഒന്നും മനസ്സിലില്ല. എന്താണ് അത്? കാര്യഗൗരവത്തിലുള്ള വായന നമ്മൾ പത്രവായന നടത്തി അങ്ങനെ നടത്തേണ്ടുള്ളൂ. പത്രവായന നമ്മളെ മനസ്സിൽ നിൽക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മളെ പാഠ്യ വിഷയങ്ങൾ നമ്മളെ മനസ്സിൽ നിൽക്കണം. അത് അക്കാദമിക്കലായാലും നിൽക്കണം, അല്ലാത്തതും നിൽക്കണം. മനസ്സിൽ നിൽക്കണമെങ്കിൽ ഒരു തവണ വായിച്ചു പോയതുകൊണ്ട് മനസ്സിൽ നിൽക്കൂല. അപ്പൊ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം വായിക്കാൻ എന്താ വേണ്ടത്? നമ്മൾ വായിക്കന്നെ. നമ്മൾ വായിച്ചാലേ നടക്കൂ. അത് വേറെ ആളെ ഏൽപ്പിച്ചാലൊന്നും നടക്കൂല. നമ്മൾ വായിക്കണ്ടേ? നമ്മളല്ലാതെ ഇപ്പം വേറെ എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ ചില ആളുകൾ എനിക്ക് പാടാകുന്നില്ല, പഠിക്കാത്തതുകൊണ്ടാണ് പാടാത്തത്, വേറെ ഒരു കാരണം കൊണ്ടുവല്ല. പഠിക്കാത്തതുകൊണ്ടാണ് പാടാത്തത്. പഠിച്ചാ പാടാവും, ആർക്കും പാടാവും. ഞാൻ പറയാറുള്ളത് ഏറെക്കുറെ എല്ലാവരുടെയും കഴിവ് ഒരുപോലെയാണ്. എനിക്ക് കഴിയില്ല എന്ന് ചില ആളുകൾ പറയുന്നതിനോട് വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. ചില ആളുകൾക്ക് അസുഖം കൊണ്ടൊക്കെ കഴിയാതിരിക്കാം. സാമാന്യമായി അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഏറെക്കുറെ കഴിവ്, അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ് ഒരുപോലെയാണ്. എൻ്റെ തെളിവ് ടെലിഫോണാണ്. ടെലിഫോണില് നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തെല്ലാവരും ഫോൺ കേൾക്കുന്നില്ലേ? നമ്മൾ പറയുമ്പോൾ ഒരേ സൗണ്ടിലാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഈ മൊബൈൽ കമ്പനികൾ സൗണ്ട് സിസ്റ്റം ഒരുപോലെ ആക്കി വെച്ചിരിക്കുകയാണ്, ഒരേ അളവിൽ. എന്നിട്ട് അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ കേൾക്കും, ട്രംപ് നമ്മളെ വിളിച്ചാൽ നമ്മളും കേൾക്കും, അമേരിക്കക്കാരനെ. അപ്പൊ ട്രംപിന്റെ ചെവിടും എൻ്റെ ചെവിടും ഒരേ അളവിലാണ് ശബ്ദം സ്വീകരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ ലോകത്ത് വേറെ ഏതെങ്കിലും നമ്മളെ സൗദി രാജാവിനെ നമ്മൾ വിളിച്ചയാൾ കേൾക്കും. അയാളുടെ ഫോണിൽ സൗണ്ട് കൂട്ടുമൊന്നും വേണ്ട. നമ്മളെ ഇതേ സെറ്റ്, ഹാൻഡ് സെറ്റ് കൊണ്ടുകൊടുത്ത് അതേപോലത്തെ സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു ഹാൻഡ് സെറ്റിൽ നമ്മൾ വിളിച്ചാൽ കേൾക്കും അല്ലേ? കേൾക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ സൗണ്ടും നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ സൗണ്ട് ഉപയോഗിക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ വായയുടെ ശബ്ദത്തിന്റെ സിസ്റ്റവും ചെവിടിന്റെ സിസ്റ്റവും കണ്ണിന്റെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. കണ്ണ് ഒരാൾ കാണുന്നത് നമ്മൾ കാണും. പക്ഷെ ചിലപ്പോൾ കണ്ണിന് തകരാറുണ്ടായാലുണ്ട് 40 വയസ്സൊക്കെ. അത് കണ്ണിന്റെ അസുഖമാണ്. അസുഖം ഇല്ലാത്ത ആളുകളൊക്കെ പറയുന്നത്. അസുഖം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നോട്ടിക്കൽ മൈല് കണ്ണിന്റെ ദൂരം എത്തും എന്നൊരു കണക്കുണ്ട്. ആ കണക്ക് എല്ലാവരുടെയും എത്തും. അപ്പം മനപ്പാടാക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള ബാക്കി കഴിവുകളും അതേ രീതിയിലായിരിക്കും എന്ന് ഞാൻ കണക്കൂട്ടാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് പിന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഏതോ ആകട്ടെ, നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാൻ കഴിയും. പഠിക്കണമെങ്കിൽ എന്ത് വേണം? പഠിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ വേറൊരു തെളിവ് ഞാൻ പറയാം. ഈ കൂട്ടത്തിൽ ഫാത്തിഹ സൂറത്ത് ഹിഫ്ള് ഇല്ലാത്ത ആളുകൾ എഴുന്നേറ്റെന്നാണ്. ഫാത്തിഹ സൂറത്ത് ഹിഫ്ള് ഇല്ലാത്ത ആള് എല്ലാവർക്കും ഹിഫ്ളുണ്ട്. ഖുൽ ഹു അല്ലാഹു അഹദ് ഹിഫ്ള് ഇല്ലാത്ത ആള് എല്ലാവർക്കും ഹിഫ്ളുണ്ട്. അപ്പം പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഹിഫ്ളാക്കാൻ കഴിയുന്നുണ്ട്, എല്ലാവർക്കും കഴിയുന്നുണ്ട്. പിന്നെ പഠിക്കാത്ത എവിടെയാണ് നമ്മളെ കുറവ്? നമ്മൾ അധ്വാനിക്കാത്ത തന്നെയാണ് കുറവ്. അപ്പൊ നമ്മൾ അധ്വാനിക്കണം, നമ്മൾ നിരന്തരം വായിക്കണം. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെട്ടു. അയാള് ഒരു മാസത്തിൽ ഇഹിയയുടെ 4 വാള്യം അയാള് ഖത്മ ചെയ്യും. ഒരാള്
ഒരു കൊല്ലത്തിൽ തുഹ്ഫ മുഴുവനും അയാൾ ഖത്മ ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പൊ അടുത്ത് ഷാർജയിൽ നിന്ന്, മലയാളിയാണ്, പക്ഷെ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. നല്ല ഇൽമുണ്ട്. അയാള് സന്ദർശകരെ സ്വീകരിക്കുന്നതിന് പോലും അയാൾക്ക് ലിമിറ്റ് ഉണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അയാളെ ഉറക്കിന് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നിയന്ത്രിതമായ നമ്മളെ ജീവിതത്തെ, കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നിങ്ങളുടെ ഉറക്കിനെ ശരിയായ ഒരു ദിശ, ഒരു ടൈം വെച്ച് ഉറങ്ങുക. അതുപോലെ രാവിലെ എഴുന്നേറ്റാൽ എന്ത് പഠിക്കണം, എന്ത് നോക്കണം എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും ഒരു ധാരണ ഉണ്ടാവുകയും ആ ധാരണ അനുസരിച്ച് അങ്ങനെ വായിച്ച് ശീലിക്കുകയും വേണം. അങ്ങനെ ശീലിച്ചാൽ അല്ലാഹു തആല നമ്മളെ സമയത്തിൽ ബറക്കത്ത് ചെയ്യും. നമുക്ക് ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. നമുക്ക് ആവർത്തിച്ച് നോക്കാൻ കഴിയും. കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടത് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഏകാഗ്രത എന്ന് പറയും. ഏകാഗ്രത ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കൂ. ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. ഇപ്പൊ നമ്മളെ മിസൈൽ ശില്പിയില്ലേ, ഇന്ത്യയുടെ മിസൈൽ ശില്പി ആരേനും? ആര്? APJ അബ്ദുൽ കലാം. അയാൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ മരണ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചൊരു സംഗതിയാണ്, അയാളുടെ റൂമിൽ TV ഉണ്ടായിരുന്നില്ല. അയാൾ വാർത്ത കേൾക്കാറില്ല. കാരണം വാർത്ത കേട്ടാൽ അതൊക്കെ മനസ്സിലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചിന്തയെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ബോധപൂർവം തന്നെ മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തണം. നമ്മളെ വിജ്ഞാന പഠനത്തിന് തടസ്സമാകുന്ന, നമ്മുടെ സമയങ്ങൾ പാഴായി പോകുന്ന പാഴ് സമയങ്ങൾ അങ്ങനൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ശരിക്കും ക്രിയാത്മകമായി നമ്മുടെ സമയത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ അവരവർ തന്നെ, അതിന് ഉസ്താദുമാരൊന്നും വേണ്ട, അവരവർ പ്ലാൻ ചെയ്ത് പഠിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ മത്സരത്തിന് ശേഷം നിങ്ങളുടെ പഠന ജീവിതത്തെ അടിമുടി നിങ്ങൾ മാറ്റണം. നിങ്ങൾ അക്കാദമിക്കൽ വിഷയങ്ങൾ നിരവധി തവണ അത് വായിക്കണം. നിങ്ങളുടെ ദീനി വിഷയങ്ങൾ നിരവധി തവണ വായിക്കണം. ഒരിക്കലും മാത്രമല്ല, പലതവണ വായിക്കണം. വായിക്കാൻ മാത്രമുള്ള സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളും വായിക്കണം. ഞാനും കിതാബുകളൊക്കെ നോക്കണം. നോക്കുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളും അതേപോലെ നമ്മളെ വിജ്ഞാനത്തിന്റെ വികാസമൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായും അനുധാവനത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന അതിൽപ്പെട്ട തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആദ്യത്തെ, ഈ ലോകത്തോട് പ്രഖ്യാപിച്ച ആദ്യത്തെ വാചകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വായിക്കണം എന്നാണ്. ഇഖ്റ. അതേ വാചകത്തിൽ തന്നെ അല്ലദീ അല്ലമ ബിൽ ഖലം, എഴുതാനും പഠിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അധ്യാപകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഒരു വിദ്യാലയമായി, ഒരു ക്ലാസ് റൂമായി നമ്മൾ സങ്കല്പിച്ചാൽ ആ ക്ലാസ് റൂമിൽ വന്ന് പറഞ്ഞ വാചകാണ് വായിക്കടോ എന്ന് പറയുന്ന, ആ ഒരു വിദ്യാർത്ഥികളോട് വായിക്കടോ എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞ്. അന്ന് മുതലേ വായന തുടങ്ങിയത് ലോകത്ത്. എന്ത് വായിക്കാം? അന്നെന്തോ ഉണ്ടോ? അന്ന് മനോരമ ഉണ്ടോ? എന്താന്ന് വായിക്കണ്ട്? അന്ന് ഖുർആൻ ഉണ്ടോ? അന്ന് ഹദീസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ശൂന്യതയാണ് അന്ന് ലോകത്തിന് മുന്നിൽ. വായിക്കാനൊന്നുമില്ല. പക്ഷെ ആ ലോകത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വായിക്കുക. അപ്പൊ അതെന്താണ്? അത് ഇനിയിപ്പം വായിക്കാനുള്ള സംഗതി ഉണ്ടാകാൻ പോവാണ്. അപ്പൊ അതിനുശേഷം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വായനക്ക് ഖുർആൻ ഉണ്ടായി, ഹദീസുകൾ ഉണ്ടായി, അതിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായി. ഇതൊക്കെ വായിക്കേണ്ടതാണ്. ഇതൊക്കെ വായിച്ചാൽ എന്ത് സംഭവിക്കും? അത് വായിച്ച് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. ആ ബുദ്ധിയിൽ ഈ വായനകൾ ഉണ്ടായാൽ വിജ്ഞാനങ്ങൾ പിറക്കും, പുതിയ എഴുത്തുകളൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതല്ല യഥാർത്ഥ വിജ്ഞാനം. ഈ പഠിക്കുന്നൊക്കെ വിജ്ഞാനാണ്. ആ പഠിക്കുന്നതിന്റെ സമാനമായ, അതിനോട് അനുകൂലമായ, അതിനോട് വിരുദ്ധമായതല്ല, അതിൽ നിന്ന് വേറെ വിജ്ഞാനത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ മുളക്കും. അതാണ് വിജ്ഞാനം. നമ്മളെ വിജ്ഞാനം എന്ന് പറയുന്നത്, അല്ലാഹു തആല നമുക്ക് നൽകുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹാ എന്നൊക്കെ ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല ഇൽമുകൾ ഇട്ടു തരും. ആ ഇൽമുകൾ വേഗം പോയി പോകും. അതിനെ എഴുതി വെക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് അങ്ങനെ നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല ഒരു വൈജ്ഞാനികനെ സൃഷ്ടിക്കുകയാണ്. ഈ പഠനത്തിലൂടെ ഒരു വൈജ്ഞാനികനെ, ഒരു വിജ്ഞാനമുള്ള ആളെ
അള്ളാഹു തആല സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒസാലി ഇമാം ഉണ്ടായത്, അങ്ങനെയാണല്ലോ നബി ഇമാം ഉണ്ടായത്. അതിനു മുമ്പുള്ള കിതാബുകളൊക്കെ പഠിച്ചപ്പോൾ ഒസാലി ഇമാമിൻ്റെതായ ഇൽമുണ്ടായി. അതിന് മുമ്പ് അതിന് മുമ്പുള്ളതിന് വിരുദ്ധം എന്നല്ല, മുമ്പുള്ളതിന് അനുകൂലമായിട്ട്. അങ്ങനെ പുതിയ പുതിയ വലിയ വലിയ ഇമാമിങ്ങളും വലിയ വലിയ എഴുത്തുകാരൊക്കെ നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വരും, വലിയ ചിന്തകരൊക്കെ രൂപപ്പെട്ടു വരും. അതിന് നല്ലോണം പഠിക്കണം. അല്ലാഹു തആല ആ രീതിയിൽ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.